ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. എന്തുണ്ട് വിശേഷം? എല്ലാവരും ഹാപ്പി അല്ലേ? അപ്പോൾ ഇന്നത്തെ ഞാൻ എൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് 2 റെസിപ്പിയാണ് കേട്ടോ. ഒന്നും ചിക്കൻ പായിയുടെ റെസിപ്പിയും മറ്റൊന്ന് കുനാഫ റെസിപ്പിയാണ് കേട്ടോ. ഈസി ആയിട്ട് നമുക്ക് ഇന്ത്യക്കാർക്ക് കുനാഫ ഡോ കിട്ടാത്തവിടെയും കുനാഫ ഉണ്ടാക്കാം, നല്ല അടിപൊളിയായിട്ട് തന്നെ. പക്ഷേ പിന്നിലെ ഈ പായിൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് പായിൻ്റെ ഫില്ലിംഗ് ആണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. പായിൻ്റെ ഞാൻ ചീസ് കൊണ്ടല്ല ഫില്ലാക്കിയിട്ടുള്ളത്, നമ്മുടെ പിസ്സ ഡോയിൽ തന്നെ വെച്ചിട്ട് ഞാൻ പൈ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ രണ്ടും നല്ല അടിപൊളിയായിട്ട് കുറച്ച് വെറൈറ്റി കൂടിയാക്കിയിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. എന്തായാലും നിങ്ങൾ നോക്കി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ആക്കി ലൈക്ക് ആക്കുക, ഷെയർ ആക്കുക, എന്നിട്ട് നിങ്ങളെ ഫീഡ്ബാക്കും കൂടി അറിയിക്കുക. ഇനിയിത് നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെന്ന് പറഞ്ഞിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാതിരിക്കണ്ട. എൻ്റെ ഇൻഗ്രീഡിയൻസും ടേസ്റ്റും നോക്കിയിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് ഒന്ന് അറിയിച്ച് തരണേ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പൈ ഉണ്ടാക്കാൻ പോവാം. അപ്പോൾ അതിനില്ല, ഞാനിപ്പോൾ പിസ്സേൻ്റെ ഡൗവാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിത് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് തന്നെ ഞാൻ 3 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് ഒരു അരിപ്പയിലിട്ടിട്ട് നല്ലോണം താളിച്ചെടുക്കുക. കാരണം അതിലെന്തെങ്കിലും പൊടികളുണ്ടെങ്കിൽ അത് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്തായാലും മൈദയിൽ കുറച്ച് എന്തായാലും ഈ പാറ്റ പുതു അങ്ങനത്തെ എന്തെങ്കിലും സാമാൻ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതൊന്ന് നീറ്റായിട്ട് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒന്ന് അരിപ്പയിലിട്ടിട്ട് അരച്ചെടുത്തതാണ്. പിന്നെ ഇല്ലേ, ഞാനിതിലേക്ക് ഒരു 3/4 കപ്പോളം പാലെടുത്തിട്ടില്ലേ, അതിലേക്ക് 1/2 ടീസ്പൂണാണ് ഈസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ 1/2 ടീസ്പൂണും പഞ്ചസാരയും കൂടി ആഡ് ആക്കിയിട്ടുണ്ട്. ഞാൻ ഇതിൽ ഈസ്റ്റ് കുറേ ആഡ് ആക്കിയിട്ടില്ല, 1/2 ടീസ്പൂണേ ഇട്ടിട്ടുള്ളൂ. അതൊരു 5 മിനിറ്റ് ഇങ്ങനെ ഞാൻ വേറെ ഒരു ബൗളിൽ ഇട്ട് വെച്ചതായിരുന്നു. ഇനിയിത് കുറച്ച് വെച്ചിട്ട് നല്ലൊരു സോഫ്റ്റ് ഡൗവാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് കുഴച്ചെടുക്കുമ്പോൾ ഇല്ല, ഒരു 1/4 മണിക്കൂർ എന്തായാലും, ഒരു 15 മിനിറ്റ് എന്തായാലും ഒന്ന് കുഴച്ചെടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇല്ലേ, അത് അത്ര വലിഞ്ഞ് കീറാൻ പറ്റുന്നില്ല നമുക്ക്. എന്തായാലും വലിഞ്ഞൊരു റബ്ബർ പോലെ ആയിപ്പോലും. അപ്പോൾ എത്ര നിങ്ങൾ കുഴച്ചെടുക്കുന്നുണ്ടോ അത്രയും സോഫ്റ്റായിട്ട് ഒരു ബിസ്ക്കറ്റ് ടൈപ്പിൽ പിസ്സ കട്ടാക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് എത്ര കുഴക്കാൻ പറ്റുന്നുണ്ട് അത്രയും കുഴച്ചെടുക്കാമെന്ന്. കുറച്ച് അധികം സമയം എടുത്താലും കുഴപ്പമില്ല കേട്ടോ. എന്നിട്ടിപ്പോൾ ഞാനിതൊരു വേറൊരു ബൗളിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഇങ്ങനെ തടവിട്ട് ഒരു 2-3 മണിക്കൂർ ഇതൊന്ന് ഡബിളായിട്ട് വരാൻ വേണ്ടിയിട്ട് പൊങ്ങാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. കാരണമില്ല, ഇവിടെ നല്ല മഴയാണ്. അപ്പോൾ എന്തായാലും ഇവിടെ എത്ര പെട്ടെന്ന് എന്തായാലും ഹീറ്റ് വരാൻ ചാൻസ് ഇല്ലല്ലോ. അപ്പോൾ ഞാനില്ല റൈസ് പോട്ടിൽ വെച്ച് കൊടുത്തിട്ട് ഇത് ഡബിളാക്കിയിട്ട് എടുത്തത്. ഇനി ഇതൊരു ക്ലിംഗ് റാപ്പ് കൊണ്ടൊന്ന് കവറാക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ വേർപ്പില്ല, ആ വെള്ളമൊക്കെ ഇങ്ങനെ ഉറ്റിട്ട് ഈ ബൗളിലുണ്ടാവും. അതുകൊണ്ട് ഇതൊന്ന് കവറാക്കിയിട്ട് തന്നെ റൈസ് പോട്ടിൽ വെച്ച് കൊടുക്കണം. അപ്പോൾ ഞാൻ പിസ്സ ഉണ്ടാക്കുമില്ലേ, എല്ലാവരും ഇങ്ങനെ ചുറ്റി വന്നിട്ട് നിൽക്കട്ടെ. എന്തായാലും പിസ്സ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര രസമാണ്. അതൊന്ന് ഉണ്ടാക്കുന്നതും അതിൻ്റെ കൂടെ തന്നെ നിന്നിട്ടാണ് അതെന്തായാലും പൂർത്തിയാക്കിയിട്ട് എടുക്കുന്നത് ഇവിടെ. അങ്ങനെ ഞാൻ റൈസ് പോട്ടിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് കവറാക്കാം. ഇനി ഒരു 3 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാനിത് ഓപ്പൺ ആക്കിയത്. വേറെ ജോലിയൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ചിക്കൻ പൈ അല്ല ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് തന്നെ അതിലേക്കൊരു ക്രീമി സോസ് ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാനില്ലേ ഒരു 2-3 ടേബിൾ സ്പൂണോളം ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനൊന്ന് ആദ്യം ഫ്രൈ ആക്കിയിട്ട് ഒന്ന് റോസ്റ്റ് ആക്കിയിട്ട് എടുത്തതായി, മൈദയുടെ ആ ഒരു മണമൊക്കെ മാറി കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് പാലോ ഇങ്ങനെ ആദ്യം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് എല്ലാം മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ 1.5 കപ്പോളം പാൽ ഒഴിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. 1.5 ടേബിൾ സ്പൂണാണ് ഞാൻ മൈദ ഇട്ട് കൊടുത്തത്. അതുപോലെ തന്നെ 1.5 കപ്പ് പാലും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ സ്പ്രെഡ് ചീസാണ് ഇട്ട് കൊടുത്തത്. ഇതിലേക്ക് ചെഡർ ചീസും ഇട്ട് കൊടുത്താലും മതി, പക്ഷേ ഞാൻ സ്പ്രെഡായിട്ടുള്ള ചീസാണ് ഇട്ട് കൊടുത്തത്. അത് ഞാൻ ഏകദേശം 1.5 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല മെൽട്ടായപ്പോലെ നല്ല നൈസായിട്ട് നല്ലൊരു ഫിനിഷിങ്, നല്ലൊരു ഷൈനിങ് ആയിട്ട് ഇങ്ങനെയല്ല ഒരുപാട് നേരം ഇങ്ങനെ വിസ്ക് ചെയ്യാൻ എനിക്ക് ഭയങ്കര രസം തോന്നി. അതുകൊണ്ട് ഇത് ഞാൻ വിസ്ക് ആക്കിയിട്ടുള്ളത്. തീ ഓഫാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കരിഞ്ഞു പോകും, അല്ലാന്നുണ്ടെങ്കിൽ തിക്കായി പോകും. അതുകൊണ്ടാട്ടോ നല്ല രസം ഇത് കഴിക്കാൻ, അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതിലേക്ക് ഞാൻ ഉപ്പ് ഇട്ടിട്ട് കൊടുത്തിട്ടില്ല, കാരണം ബട്ടറും ചീസിലും ഉപ്പ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ഉപ്പ് സെപ്പറേറ്റ് ആയിട്ട് ഇട്ട് കൊടുത്തിട്ടില്ല. അങ്ങനെ ഇത് വൈറ്റ് സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ സമയത്ത് തന്നെ നിങ്ങൾക്ക് ചിക്കൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ചിക്കനും കൂടി ആഡ് ആക്കായിരുന്നു. പക്ഷേ ഞാൻ ആദ്യം തന്നെ സോസ് ഉണ്ടാക്കി പിന്നെയാണ് പൈൻ്റെ ബാക്കി ഫില്ലിങ് റെഡി ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതെന്തായാലും ഒരു ബൗളിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതേ പാത്രത്തിലേക്കില്ല ഞാൻ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, ഒരു 2 ടേബിൾ സ്പൂണോളം. എന്നിട്ട് അതിലേക്ക് 2 മീഡിയം സൈസിലുള്ള ഉള്ളി ഒന്ന് ചെറുതായിട്ട് മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റും കൂടി ആഡ് ആക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഗരം മസാല, പിന്നെ
കാശ്മീരി ചില്ലി പൗഡറാണ്. അത് ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. വേറെ എരിവിനായിട്ട് വേറെ ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് ഞാൻ 2 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പച്ചമണമൊക്കെ മാറുമ്പോൾ ഇതിലേക്ക് ചിക്കൻ മിൻസ്ഡ് ആക്കിയിട്ടില്ലേ, കീമാക്കിയിട്ട് ചിക്കൻ്റെ എല്ലില്ലാത്ത പീസ് എടുത്തിട്ട് ഒന്ന് മിക്സിയിൽ അരച്ചെടുത്തതാണ്. അത് ഇതിലേക്ക് ആഡ് ആക്കുന്നുണ്ട്. ഇതിലേക്ക് ആഡ് ആക്കിയിട്ടില്ല, നല്ലോണം ഇങ്ങനെ കൈ ഇളക്കാതെ തന്നെയല്ലേ ഇതിങ്ങനെ നല്ലോണം സെപ്പറേറ്റ് ആക്കിയിട്ട് എടുക്കണം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ അവിടെ കുക്കായി പോകും. കുക്കായി പിന്നെ ഇത് നമുക്ക് ഇളക്കി കൊടുക്കാൻ പറ്റില്ല കേട്ടോ. ഇങ്ങനെ പൊടിയാക്കിയിട്ട് എഗ്ഗ് സ്ക്രംബിൾഡ് ആവില്ല, ആ ഒരു പരുവത്തിൽ ആയിട്ട് കിട്ടണം. അങ്ങനെ നല്ലോണം കുത്തി കൊടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് മൂടി വെച്ചിട്ട് അതിന് കുക്കാക്കിയിട്ട് എടുക്കണം. പിന്നെ ഇതിലേക്ക് ഞാൻ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നില്ല, കാരണം എൻ്റെ കയ്യിൽ മല്ലിപ്പൊടിച്ചതില്ല, അത് തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു വീണ്ടും അതൊന്ന് വറുത്തെടുക്കാം. വറുത്തിട്ട് പൊടിയാക്കിയിട്ട് ഇതിലേക്കൊരു 1/2 ടീസ്പൂണോളം ഇട്ട് കൊടുക്കണം. അങ്ങനെ ഇത് ഏകദേശം ഇത് വറുത്ത് കഴിഞ്ഞിട്ടുണ്ട്. തീ ഓഫാക്കിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. കാരണം ഞാൻ സാധാരണയിൽ മല്ലിപ്പൊടി പുറത്തൊന്നും മേടിക്കാറില്ല, വീട്ടിൽ തന്നെ സാധാരണ പൊടികളൊക്കെ ഞാൻ ഉണ്ടാക്കുന്നത്. അങ്ങനെ ഇതാ മല്ലി ഇവിടെ പൊടിച്ചത് ഞാനൊരു കുപ്പിയിലാക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതിൽ നിന്ന് ഞാൻ ഒരു 1/2 ടീസ്പൂണോളം എടുത്തിട്ട് 1/2 ടീസ്പൂൺ തൊട്ട് ഞാൻ ഒരു 3/4 ടീസ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിലേക്ക് മല്ലിയില കട്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ ഇതിലേക്ക് സോയ സോസും കൂടി ആഡ് ആക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ ആഡ് ആക്കുന്നതില്ലേ മസ്റ്റർഡ് മയോയാണ് കേട്ടോ. അത് ഓപ്ഷനല്ല, അതും കൂടി ഇട്ടായില്ലേ നല്ലൊരു ടേസ്റ്റാണ്. എന്തായാലും ഈ കറിയില്ലേ, ഈ പൈൻ്റെ ഈ ഫില്ലിങ്ങില്ലേ, അത് ചപ്പാത്തിയുടെ കൂടെ നമുക്ക് എഗ് മയോനൈസ് ഉണ്ടാക്കുന്നില്ല, അതെല്ലാം പാലിൻ്റെ മയോനൈസ്, അതിൻ്റെ കൂടി മിക്സ് ആക്കിയിട്ട് കഴിക്കാൻ നല്ല രസമാണ് കേട്ടോ. സാധാരണ ഞാൻ ഉണ്ടാക്കാറുണ്ട് ഈ ഒരു കറിക്ക് മയോ ഇങ്ങനെ മിക്സ് ആക്കിയിട്ട്. നല്ല ടേസ്റ്റാണ്, അടിപൊളി ടേസ്റ്റാണ്. ഇൻഷാ അല്ലാഹ് ഒരു ദിവസം ഞാൻ ആ റെസിപ്പിയും കൂടി അപ്ലോഡ് ആക്കണമെന്നുണ്ട്. അങ്ങനെ ഇതിൻ്റെ ഫില്ലിങ്ങൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഇതിലേക്ക് ഞാനില്ല ആ സോസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല, അതും കൂടി ആഡ് ആക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടും കൂടി ആഡ് ആക്കാം. എങ്ങനെയായാലും ബുദ്ധിമുട്ടില്ല, അത് നിങ്ങൾ ഇഷ്ടം പോലെ, അതൊരു ഓപ്ഷണലാണ്. ഒന്നിച്ചിട്ട് ആഡ് ആക്കാം, അതല്ലെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടും കൂടി ആഡ് ആക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഞാൻ തീ ഓഫ് ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് സൈഡിൽ മാറ്റി വെക്കുന്നുണ്ട്. ആ സമയത്തിൽ നമുക്ക് മാവിൻ്റെ പണിയൊന്ന് തീർത്തെടുക്കാം. അതൊന്ന് പരത്തിയെടുക്കണം. ഞാനിപ്പോൾ ബേക്കിംഗ് ട്രേയിലാണ് ഇത് പരത്തി കൊടുക്കുന്നത്. അപ്പോൾ ഈ മാവിൻ്റെ ആരൊക്കെ എടുത്തിട്ടില്ല, ഇതിനെ 2 ബൗൾസ് ആക്കിയിട്ട് 2 ചപ്പാത്തി ആക്കിയിട്ട് ഒന്ന് പരത്തിയെടുക്കണം. ഇത് കൈകൊണ്ട് തന്നെ പരത്തിയെടുക്കാം, അത്രയും സോഫ്റ്റ് ആയിട്ടുണ്ട്. കാരണം ഞാൻ ഇത് 3 മണിക്കൂറോളം ഞാൻ ഇത് വെച്ച് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂണാണ് ഞാൻ ഈസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്, അധികം ഇട്ടിട്ടില്ല. ഇനിതാ ഇതിനെ 2 ആക്കുന്നുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പോലും. ഞാൻ ജസ്റ്റ് ഒന്ന് തൊട്ടപ്പോൾ തന്നെ ഇതിൽ കൂടിയൊക്കെ ആവാറുണ്ട് കേട്ടോ. അങ്ങനെതാ ഞാൻ 2 ബൗൾസ് ആക്കിയിട്ടില്ലേ ഇതിന് പരത്തി എടുത്തിട്ടുണ്ട്. ഒന്ന് ട്രേയിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പരത്തി എടുത്തിട്ട് പിന്നെ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ പരത്തി എടുത്തതാണ്. പിന്നെ ഇത് ഞാൻ നല്ലോണം തിന്നാക്കി തന്നെ പരത്തിയിട്ടുണ്ട്. കാരണം ഞാൻ ഇതിൻ്റെ മുകളിൽ വീണ്ടും ഒരു ചപ്പാത്തി വെച്ച് കൊടുക്കുന്നുണ്ടല്ലോ, അതുകൊണ്ടാണ്. ഇതിന് പകരം പഫ് പേസ്ട്രി അങ്ങനത്തെ എന്തെങ്കിലും പേസ്ട്രി ഉണ്ടെങ്കിൽ, സമൂസ ഷീറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിലും വെച്ച് കൊടുക്കാമായിരിക്കും. പഫ് പേസ്ട്രി വെച്ച് കൊടുക്കാം, സമൂസ ഷീറ്റ് വെച്ച് കൊടുക്കാമോ എന്ന് എനിക്കറിയില്ല. ഇനി ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് പിസ്സ സോസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ സോസ് ആഡ് ആക്കുന്നുണ്ട്. എന്നിട്ട് രണ്ടും കൂടി മിക്സ് ആക്കുന്നുണ്ട്. ഞാനെല്ലാം സെപ്പറേറ്റ് ആയിട്ടാണ് ഇട്ട് കൊടുത്തത്, അത് ഓപ്ഷണലാണ്, തികച്ചും ഓപ്ഷണലാണ്. എല്ലാം കൂടി ഒന്നിച്ചിട്ട് നീക്കിയിട്ട് കൊടുക്കാം. ഈ ചിക്കൻ്റെ ആ ഫില്ലിംഗ് ഇല്ലേ, അതിൽ തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഈ വൈറ്റ് സോസിൻ്റെ കൂടെ ചിക്കൻ്റെ ഫില്ലിംഗ് വെച്ച് കൊടുത്തിട്ട് കഴിക്കുന്നത് നല്ല രസമാണ്. ഇനി ഇതപ്പോൾ ഞാൻ ചിക്കൻ്റെ ഫില്ലിങ്ങിൽ അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൽ നിന്ന് കുറച്ച് മാത്രം ബാക്കി വെക്കുന്നുണ്ട്, കാരണം ഇതിൻ്റെ മുകളിൽ കുറച്ച് ചീസും ഈ ഫില്ലിങ് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, കുറച്ച് ഡെക്കറേഷനും ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. അങ്ങനത്തെ ബാക്കിയെല്ലാം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് കുറച്ച് അധികം ക്വാണ്ടിറ്റിയിലാക്കുന്നത് കൊണ്ടാണ് ഞാൻ 2 കപ്പോളം ചിക്കൻ എടുത്തിട്ടുള്ളത്. ഏകദേശം 1/2 കിലോ കൂടിയിട്ടുണ്ടാവും ചിക്കന്. അതിൻ്റെ ബ്രസ്റ്റ് പീസ് മൊത്തത്തിൽ ഞാൻ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നിരത്തിയെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ വീണ്ടും വൈറ്റ് സോസ്, പിസ്സ സോസ്, അങ്ങനെ സോസ്, ക്യാപ്സിക്കം, ഒലീവ്സ് എന്തെല്ലാം നീക്കിയിടാൻ പറ്റുന്നുണ്ടോ എല്ലാം ഇട്ട് കൊടുക്കുക കേട്ടോ. നല്ല രസമാണ് കഴിക്കാൻ. അപ്പോൾ ഇട്ട് കൊടുക്കുന്നതിൽ ഒട്ടും കുറച്ചാക്കണ്ട, എത്ര ഇടാൻ പറ്റുന്നുണ്ട് അത്രയും ഇട്ട് കൊടുത്തോളൂ. പിന്നെ മോൾ ഭാഗത്ത് ഇടുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി തിക്കായിട്ട് തന്നെ പരത്തിയിട്ടുള്ള ചപ്പാത്തി അത് ഇട്ട് കൊടുക്കാം.
പിസ്സയുടെ ഡോ, ചപ്പാത്തിയല്ല സോറി, പിസ്സയുടെ ഡോ ഇല്ലേ ഇട്ട് കൊടുക്കാം. പിന്നെ പരത്തുമ്പിൽ കുറച്ച് ചെറുതായിട്ട് പരത്തണം, കാരണം ഇങ്ങനെ കൈ കൊണ്ട് എടുക്കുമില്ല, അത് നല്ലോണം വലിഞ്ഞ് കിട്ടിക്കോളും. അതുകൊണ്ടാണ് പറഞ്ഞത് കുറച്ച് ചെറുതായിട്ട് പരത്തിയെടുത്തിട്ടില്ല, കൈ കൊണ്ട് ഇങ്ങനെ പ്രസ്സാക്കിയിട്ട് ഇങ്ങനെ വലിച്ചിട്ട് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഇതാ ഞാൻ കുറച്ച് വൈറ്റ് സോസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ മൊസറല്ല ചീസില്ലേ, ഇതിപ്പോൾ ഇവിടെ ഇടുമ്പോൾ കഞ്ചൂസ് കാട്ടരുത്, എത്ര ഇടാൻ പറ്റുന്നുണ്ടോ അത്രയും ഇട്ട് എന്തായാലും ഒരു തവണയെങ്കിലും ഇത് പൈ ഉണ്ടാക്കിയിട്ട് കഴിക്കേണ്ടതാണ്. അപ്പോൾ ഒട്ടും കഞ്ചൂസ് ആക്കാതെ തന്നെ നല്ലോണം ഇട്ട് കൊടുത്തിട്ട് നല്ല രസത്തിൽ അടിപൊളിയാക്കിയിട്ട് കഴിച്ചോളും കേട്ടോ. അങ്ങനത്തെ ഇവിടെ ഞാൻ ചീസൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് പിസ്സ സീസണിങ് ഇല്ലേ, അതും കൂടി കുറച്ച് ഇട്ട് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഓരോ ഇട്ട് കൊടുക്കാം. അതൊക്കെ പിസ്സയുടെ ആ ഒരു നല്ലൊരു സ്മെല്ല് ഉണ്ടാവും, അതുകൊണ്ടാണ് അതൊക്കെ ഇടണമെന്ന് പറയുന്നത്. ഇനി കുറച്ച് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുന്നുണ്ട്, അതല്ലാന്നുണ്ടെങ്കിൽ ഒലിവ്സ് ഇട്ട് കൊടുക്കാം. അത് നിങ്ങൾ ഇഷ്ടം പോലെ ഇട്ട് കൊടുത്താൽ മതി. ഞാൻ കുറച്ച് ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ടാക്കി തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഉള്ളി, തക്കാളി അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കാം. പക്ഷേ ഞാനിപ്പോൾ എന്തായാലും എൻ്റെ വീട്ടിൽ കുട്ടികളാണ് ഉള്ളത്, അപ്പോൾ അവർക്കിഷ്ടം ഇങ്ങനെ, അപ്പോൾ അങ്ങനെ തന്നെയാണ് ഞാൻ ഇത് ഉണ്ടാക്കിയത്. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ പിസ്സ സോസ് ആഡ് ആക്കുന്നുണ്ട് ഞാൻ കുറച്ച്. ഇത് അധികം എരിവും അധികം മധുരവും ഒന്നും ഇല്ലായിരുന്നു, ഒരു നല്ലൊരു ടേസ്റ്റായിരുന്നു, നല്ലൊരു ഫ്ലേവറും കൂടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനിത് കുറച്ച് അധികം തന്നെ ഇട്ട് കൊടുത്തത്. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഞാൻ പിസ്സയുടെ ഡോ ഇല്ലേ അത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ സമയത്തും നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ മാത്രമായിട്ട് പിസ്സ ഡോവും മുകൾ ഭാഗത്ത് പഫ് പേസ്ട്രിയോ അല്ലെങ്കിൽ സമൂസ ഷീറ്റോ അങ്ങനെ എന്തെങ്കിലും പരത്തി കൊടുത്തിട്ട് ഒന്ന് എഗ് വാഷ് ആക്കിയാൽ മതി. ഞാനിപ്പോൾ ഇത് ഇങ്ങനെ തന്നെ ഉണ്ടാക്കി. പിന്നീട് ഞാനിത് നല്ലോണം ഇത്രയും വലുപ്പത്തിൽ തന്നെ പരത്തിയെടുത്തതുകൊണ്ട് അത് അങ്ങനെ മാറ്റിയിട്ട് ഇതിൻ്റെ മുകളിൽ വെക്കുമ്പോൾ കുറച്ചും കൂടി വലിഞ്ഞു പോയി. അപ്പോൾ പിന്നെ സൈഡിൽ മാത്രം നല്ലോണം തിക്കായിട്ടുള്ള ബാറ്ററി കിട്ടിപ്പോയി, സെൻറ്ററിൽ നല്ലോണം തിന്നായിപ്പോയി. ആ ഒരു അബദ്ധം പറ്റിപ്പോയത് എനിക്ക്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് ആദ്യം പരത്തിയെടുക്കുമ്പോൾ നിങ്ങൾ നല്ലോണം ചെറുതാക്കിയിട്ട് പരത്തിയെടുത്താൽ മതി. പിന്നെ പ്ലേറ്റിലേക്ക് അത് നമ്മൾ എന്തെങ്കിലും കൈ കൊണ്ട് ഇങ്ങനെ എടുത്ത് വെക്കുമ്പോൾ കുറച്ചും കൂടി വലിഞ്ഞു പോകും, കാരണം ഡോ അത്രയും സോഫ്റ്റ് ഉണ്ടായിരുന്നു. എന്നിട്ട് ഇങ്ങനത്തെ രണ്ട് സൈഡിലും ഇങ്ങനെ ഒട്ടിച്ചിട്ട് ഫില്ലിങ് ആക്കിയാൽ മതി. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് ചീസ് ഇട്ട് കൊടുക്കുക. പിന്നെ ഞാൻ കുറച്ച് ഫില്ലിങ് ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് കത്തി കൊണ്ടൊന്ന് ഇങ്ങനെ മുറിക്കുന്ന ആ ഒരു സ്പേസ് ആ ഒരു ഷേപ്പാക്കി കൊടുത്തിട്ട് നമ്മൾ എന്തായാലും ബേക്കാക്കാൻ വെക്കണം കേട്ടോ. കാരണം ബേക്കാക്കിയതിന് ശേഷമില്ലേ നമുക്ക് എളുപ്പത്തിൽ കട്ടാക്കാൻ പറ്റണം, അതുകൊണ്ടാണ് പറഞ്ഞത് ആദ്യം തന്നെ ഒന്ന് ഷേപ്പാക്കി കൊടുക്കണമെന്ന്. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് ഫില്ലിങ് ബാക്കിയുണ്ടല്ലോ, അതൊന്നും ഇങ്ങനെ ഡെക്കറേറ്റ് ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് വെക്കുന്നതാണ്. ഇതിൽ ഓപ്ഷനല്ല, പക്ഷേ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കുമ്പോഴാണ് കേട്ടോ നല്ല രസം, കഴിക്കുമ്പോൾ നല്ല ആസ്വദിച്ചിട്ട് കഴിക്കാനും പറ്റുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് ചീസ് ആഡ് ആക്കുന്നുണ്ട്. ചീസ് എന്തായാലും മൊസറല്ല ചീസ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ, കാരണം ഇങ്ങനെ വലിച്ച് ഊരി വന്ന് കഴിക്കാൻ നല്ല രസമല്ല, കാണാനും നല്ല ഭംഗിയാണ്. ഇനിയിപ്പോൾ ഇതാ ഇഷ്ടംപോലെ നിങ്ങൾക്ക് ചീസ് ഇട്ട് കൊടുക്കാം. ചീസ് എല്ലാവരും ഇഷ്ടപ്പെടുമല്ലോ, അപ്പോൾ എത്രയും ചീസ് ഇട്ട് കൊടുക്കാം. പക്ഷേ ചീസിന് നല്ല വിലയും കൂടി ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇല്ലേ ഓവനെ 150 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ആക്കാൻ വെച്ചിട്ടുണ്ട് 10 മിനിറ്റ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു 30 മിനിറ്റാണ് വേവിച്ചെടുക്കുന്നത്, കുക്കാക്കി എടുക്കുന്നത്. കാരണം എൻ്റെ ഓവനിൽ കുറച്ച് സമയം എടുത്തിട്ടാണ് കുക്കാവുന്നത്, അതുകൊണ്ടാണ്. ഓരോ ഓവനിലും ഓരോ ടെമ്പറേച്ചറാണ്, അതനുസരിച്ച് നിങ്ങൾ വെച്ച് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഇതാ ഞാൻ കത്തി കൊണ്ടൊന്ന് വരച്ചു കൊടുക്കുക. കുക്കായതിന് ശേഷം എളുപ്പത്തിൽ കട്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത്. എന്നിട്ടൊരു 5 മിനിറ്റ് മുമ്പ് തന്നെ ഞാൻ എടുത്തിട്ടില്ലേ, വീണ്ടും ഒന്ന് എഗ് വാഷ് ആക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. ആദ്യം ഞാൻ എഗ് വാഷ് ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. എഗ് വാഷ് ആക്കിയതിന് ശേഷം ഒരു 5 മിനിറ്റ് വെച്ച് കൊടുത്തതാണ്. അപ്പോൾ അതൊരു കളറായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് അങ്ങനെ എല്ലാം റെഡി ആയിട്ട് എടുത്തിട്ടുണ്ട് ഞാൻ. ഇനിയിപ്പോൾ കട്ടാക്കുന്നത് നല്ല എളുപ്പത്തില്ല. ആദ്യം തന്നെ ഞാൻ കട്ടാക്കിയിട്ട് പീസാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഇനിയിപ്പോൾ ഒന്ന് ജസ്റ്റ് അതൊന്ന് പ്രസ്സാക്കിയിട്ട് കട്ടാക്കിയാൽ മതി, അത്രയേ ഉള്ളൂ. അങ്ങനെ കുറച്ച് തണിയാണ് കാത്തതാണ്. ഇനിയിപ്പോൾ ഞാൻ കോരിയെടുക്കുക. അതിന് മുമ്പ് തന്നെ എൻ്റെ മക്കളൊക്കെ കൗണ്ടാക്കുക, എല്ലാവർക്കും ഓരോരോ പീസ് കിട്ടുവാണോ എന്ന് കൗണ്ടാക്കിയതാണ്. പക്ഷെ ഞാനല്ല, എൻ്റെ മോളായിട്ട് ഇതാക്കിയിട്ടുള്ളത്. എൻ്റെ ആദ്യം ഒന്ന് ഞാൻ ഒരു പീസ് എടുത്ത് കാണിക്കാം. നല്ല രസമാണ് കാണാൻ, രസത്തിനേക്കാളും ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇത് ഞാൻ ചുമ്മാ പറഞ്ഞതല്ല കേട്ടോ, ഞാൻ കുട്ടികൾ രസിച്ച് കഴിക്കുന്നതും കൂടി കാണിച്ചു തരാം.
ഇത് കാണുമ്പോൾ തന്നെ നല്ല രസം. ഞാൻ ഒരുപാട് തവണ ആഗ്രഹിക്കുന്നത് പൈ ഉണ്ടാക്കണം എന്നിട്ട്. പക്ഷേ പൈയുടെ ഫില്ലിംഗ് ആണ് കേട്ടോ അടിപൊളി. അങ്ങനെ ഇതാ കുട്ടികളൊക്കെ കഴിച്ചിട്ടുണ്ട്. കുറച്ച് തണുക്കാൻ പറഞ്ഞതാ, തണിയട്ടെ, കുറച്ച് സമയം എടുക്കും. പക്ഷെ അവർക്കൊന്നും സമയം ഉണ്ടായിരുന്നില്ല. അവർ അങ്ങും ഇങ്ങും കൈയിട്ടുകൊണ്ട് അത് തണിയാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കഴിക്കുന്നത് കാണാൻ. അങ്ങനെ ഇതാ ഏകദേശം കഴിച്ച് തീരാറായിട്ടുണ്ട്. കയ്യിലെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ മുഖം പോലും പ്ലേറ്റിൻ്റെ അടുത്ത് കൊടുത്തിട്ട് ഇങ്ങനെ കഴിച്ചെടുക്കും. അവസാന ലുക്കായിരുന്നു കേട്ടോ അതൊക്കെ. അങ്ങനെ ഇതാ പിറ്റേ ദിവസമാണ് കേട്ടോ ഈ കുനാഫ ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരു ദിവസം മുമ്പേ ഞാൻ പൈ ഉണ്ടാക്കി, പിറ്റേ ദിവസമാണ് കുനാഫ ഉണ്ടാക്കിയത്. കുനാഫക്ക് ആദ്യം തന്നെ ബട്ടർ മെൽട്ടാക്കണം. അപ്പോൾ നല്ല വലിയ 2 പീസ് കുനാഫയാണ് ഞാൻ ഉണ്ടാക്കുന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വലിയ പീസ് ഞാൻ ബട്ടർ മെൽട്ടാവാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതാ 1.5 പാക്കറ്റാണ് ഞാൻ കുനാഫൻ്റെ ഡൗ എടുത്തത്. ഇത് കുനാഫയുടെ പോലെ ചെറിയതായിട്ട് എത്രയും തിന്ന് നിങ്ങൾക്ക് എടുക്കാൻ കിട്ടുന്നു അത്രയും തിന്നുള്ള വെർമിസെല്ലി എടുക്കാം. കാരണം കുനാഫ ഡോ ഇവിടെ എവിടെയും കിട്ടുന്നതായിട്ട് എനിക്കറിയില്ല. അപ്പോൾ ഇതാ ഞാൻ കുനാഫ ഡോ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരേ ബൗളിലിട്ടിട്ട് എനിക്ക് പൊടിച്ചെടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാനിത് 2 പ്ലേറ്റിൽ ഡിവൈഡ് ആക്കിയിട്ട് ഒന്ന് പൊടിച്ചെടുത്തതാണ്. എന്നിട്ട് 2 പാത്രത്തിൽ കുറച്ച് ഇട്ടിട്ട് മെൽട്ടാക്കി ബട്ടർ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം ബട്ടറിൽ ഒന്ന് മുക്കിയെടുക്കുക കേട്ടോ. ബട്ടർ തന്നെ ഇടാൻ ശ്രദ്ധിക്കണം. ഗീ ആവിപ്പോയില്ല, ബട്ടർ തന്നെ ഇട്ട് കൊടുത്തോളൂ കേട്ടോ. ബട്ടർ കുറച്ച് കൂടുതലിട്ടാലും നല്ലതാണ്. അങ്ങനെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും സെപ്പറേറ്റ് ആക്കിയിട്ട് ഞാൻ 2 ബൗളും ആക്കിയിട്ട് 2 കൈ കൊണ്ട് ഇങ്ങനെ പൊടിച്ചെടുക്കുന്നുണ്ട്. കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട്, എന്നാലും നല്ല ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റും കൂടിയാണ് കഴിക്കാൻ. അങ്ങനെ അതിന് പകുതി ഞാൻ വേറെ ഒരു പരന്ന പ്ലേറ്റിൽ ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഗീ ഒഴിച്ച് കൊടുത്തിട്ട് ബട്ടർ ഒഴിച്ച് കൊടുത്തിട്ട് ബട്ടറിൽ മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. അങ്ങനെ തന്നെ എല്ലാത്തിനും സെപ്പറേറ്റ് കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. ബട്ടറും വെർമിസെല്ലിയാണ്. വെർമിസെല്ലി എത്രയും തിന്നായിട്ടുള്ളത് എടുക്കാൻ പറ്റുന്നുണ്ടോ അത്രയും തിന്നായിട്ടുള്ളത് എടുക്കുക. എന്നിട്ട് ഇതിലേക്കുള്ള ക്രീമി ആക്കാം. ക്രീമിന്ന് പറഞ്ഞാൽ നല്ല റിച്ച് ആയിട്ടുള്ള ക്രീമിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ന്യൂട്ടെല്ലയുടെ ക്രീം ഇട്ട് കൊടുക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ വിപ്പിംഗ് ക്രീം ആക്കിയിട്ട് അതും ഇട്ട് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ കോൺഫ്ലവറിൻ്റെ ക്രീം ഉണ്ടാക്കാം. ഇതിൽ 3-ൽ എനിക്ക് ഇഷ്ടം നല്ലോണം തോന്നിയിട്ടുള്ളത് കോൺഫ്ലവറിൻ്റെ ക്രീമിലാണ്. ഇപ്പോൾ ഞാൻ ഏകദേശം ഒരു 2-2.5 ടേബിൾ സ്പൂണോളം ബട്ടർ ആഡ് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ ആഡ് ആക്കിയിട്ട് ഇതൊന്നും ഞാൻ ഇതിൻ്റെ ആ ഒരു മണമൊക്കെ മാറ്റിയെടുക്കുന്നുണ്ട്. നല്ലോണം ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്, കരിഞ്ഞു പോയിരണ്ട. എന്നിട്ട് ഇതിലേക്കില്ല ഞാൻ ഫ്രഷ് ക്രീം ആഡ് ആക്കും. ഞാൻ പറഞ്ഞു ഇത് നല്ലോണം റിച്ച് ആയിട്ടുള്ള ക്രീമാണ് ഞാൻ ഉണ്ടാക്കുന്നതെന്ന്, അതുകൊണ്ട് ഞാൻ ഫ്രഷ് ക്രീം ആഡ് ആക്കിയത്. ഫ്രഷ് ക്രീം അല്ലെന്നുണ്ടെങ്കിൽ പാലിൻ്റെ മുകളിൽ കിട്ടുന്ന മല ഇല്ല അതും കൂടി ആഡ് ആക്കാം. എന്നിട്ട് ഇതിലേക്കില്ല കോവ ആഡ് ആക്കുന്നുണ്ട്. ഇതൊക്കെ റിച്ച് ആക്കാൻ വേണ്ടിയിട്ടാണ്, നല്ലൊരു ക്രീമിക്ക് അടിപൊളി ഒരു ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇതിലേക്ക് പഞ്ചസാരന് പകരം മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുക്കാം. പക്ഷേ മിൽക്ക് മെയ്ഡ് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അത് തന്നെ ഒഴിച്ചിരുന്നേ. അങ്ങനെ പഞ്ചസാര ആഡ് ആക്കി അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് ഞാൻ ഒരു 1/4 കപ്പോളം ഞാൻ ഇതിലേക്ക് പാലും കൂടി ആഡ് ആക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം ഇതെല്ലാം മെൽട്ടാക്കിയിട്ട് എടുക്കുന്നുണ്ട്, നല്ലൊരു ലൂസാക്കിയിട്ട് എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഇതിലേക്ക് ഞാൻ ചീസ് ഇട്ട് കൊടുക്കുന്നത്. ചീസ് ഏകദേശം ഞാൻ ഇതിലേക്ക് 3 ടേബിൾ സ്പൂണധികം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന് അളവൊന്നും പറയുന്നില്ല കേട്ടോ. അളവ് നിങ്ങൾക്ക് എത്രത്തോളം ക്രീം വേണം, എത്രത്തോളം മധുരം വേണം അതുപോലെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് ഏകദേശം 3 ടേബിൾ സ്പൂണിനേക്കാളും അധികം തന്നെ ചീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഞാൻ ഡാർക്ക് ചോക്ലേറ്റും കൂടി ആഡ് ആക്കിയിട്ടുണ്ട്. അത് ഓപ്ഷണലായിരുന്നു, അത് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ആഡ് ആക്കിയതാണ്. അതിപ്പോൾ ഗ്രേറ്റ് ആക്കിയിട്ടാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തത്. നല്ല ഒരു പീസ് തന്നെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഏകദേശം 100 ഗ്രാംസോളം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ഡാർക്ക് ചോക്ലേറ്റ് ആയതുകൊണ്ട് നല്ല ഡാർക്ക് ആക്കിയിട്ട് ഈ ക്രീം ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ക്രീമില്ല, നല്ലോണം മധുരമില്ല, പക്ഷെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. കോവ ഇതൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുമ്പോഴുള്ള ആ ഒരു ടേസ്റ്റ് ഇല്ലേ, അത് നല്ല വേറെ തന്നെയാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ക്രീമി ആയിരുന്നു. ഞാൻ ഇത് ഉണ്ടാക്കുമില്ലേ, എൻ്റെ മോള് പറഞ്ഞതായിരുന്നു ഇതൊക്കെ ഉണ്ടാക്കിയിട്ടില്ല അതിൽ ഒഴിച്ചിട്ട് അതിന് ശേഷം അതിൻ്റെ അവസാന ആ ഭാഗത്ത് കിട്ടുമല്ലോ, അടിഭാഗത്ത് അതെനിക്ക് കഴിക്കാൻ തരണമെന്ന്. പക്ഷെ അവസാനം സംഭവിച്ചത് തന്നെ വേറെ ആയിരുന്നു. അപ്പോൾ ഇതാ ബട്ടറൊക്കെ തേച്ചിട്ടില്ലേ, ഞാനിതാ ബേക്കിംഗ് ട്രേ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇതാ റെഡിയാക്കി വെച്ചിട്ട്
അതിൻ്റെ മുകളിൽ ഈ ക്രീം ഒഴിച്ച് കൊടുത്തത്. പക്ഷേ ഈ നോൺ സ്റ്റിക്ക് പാത്രത്തിൽ നമ്മൾ ക്രീം ഉണ്ടാക്കുമല്ലേ, അത് നമ്മൾ വടിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അതിങ്ങനെ ഒഴിച്ച് കൊടുക്കുമ്പോൾ തന്നെ എല്ലാം ഇങ്ങനെ ലൂസായിട്ട് ഇറങ്ങിപ്പോവുമല്ലോ. അപ്പോൾ പിന്നെ കാത്തവർ കാത്ത് നിന്നിട്ടേ ബാക്കിയാവും. അതുപോലെയായിരുന്നു എൻ്റെ മോളുടെ അവസ്ഥ. പാത്രം നല്ല അടിച്ച് പൊളിച്ച് ക്ലീനായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. കാത്തവൾ കാത്തിട്ടേ ബാക്കിയായിപ്പോയി. അങ്ങനെ ഇതാ മൊത്തത്തിൽ ഞാൻ ഈ ക്രീം തേച്ച് കൊടുക്കുന്നുണ്ട്. ക്രീമില്ലേ സെൻറ്ററിൽ മാത്രം തേച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കുക. കാരണം സൈഡിൽ തേച്ച് കൊടുക്കരുത് കേട്ടോ. കാരണം ബേക്ക് ആകുമ്പോൾ അത് കുറച്ചും കൂടി മെൽട്ടായിട്ട് ക്രീം പുറത്ത് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് സെൻറ്ററിൽ നിങ്ങൾക്ക് മാത്രം തേച്ച് കൊടുത്താൽ മതി. എന്നിട്ടൊരു ഗ്ലാസ്സോ സ്റ്റീൽ എന്തെങ്കിലും ബൗൾസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത് ഇതുപോലെ ഒന്ന് തട്ടി കൊടുത്താൽ മതി. നല്ലോണം അവിടേക്ക് പ്രസ്സാക്കിയിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാ ഭാഗത്തും ഒരുപോലെ തട്ടായിട്ട് നമുക്ക് ലെവലായിട്ട് കിട്ടിക്കോളും. അങ്ങനെ ഇത് ഞാനിങ്ങനെ എല്ലാം ഇവിടെ ലെവലാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഇതാ പ്രീ ഹീറ്റായ ഓവനിൽ ഞാനൊരു 30 മിനിറ്റോളം ഞാൻ കുക്കാക്കിയിട്ട് എടുക്കുന്നുണ്ട്. കാരണം എൻ്റെ ഓവൻ്റെ സമയം അങ്ങനെയായിരുന്നു. നിങ്ങൾ ഓരോരുത്തരുടെ ഓവൻ്റെ സമയം എങ്ങനെയോ അങ്ങനെ നോക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇത് ബേക്കിംഗ് ട്രേയിൽ വെച്ചതുകൊണ്ട് ഓവനിൽ വെച്ചത് അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ അടുപ്പത്ത് ഒരു വലിയൊരു പോട്ടിൽ വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കാറ് അധികം. അങ്ങനെ ഇതാ ഞാൻ ഇത് മോൾ ഭാഗത്തുള്ള കോയിലിൻ്റെ അടുത്ത് ഞാൻ വെച്ചതായിരുന്നു. കാരണം കുറച്ചും കൂടി ബ്രൗണിഷ് കളറാവാൻ വേണ്ടിയിട്ട് പിന്നെയും എടുത്തിട്ട് ഞാൻ അതിൻ്റെ മോൾ ഭാഗത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കോയിൽ ഹീറ്റായതിൻ്റെ ലക്ഷണം കേട്ടോ ഇത്. അതൊരു അബദ്ധം പറ്റിപ്പോയത് എനിക്ക്. ഞാൻ അത്രയും മുകളിൽ വെക്കണ്ടായിരുന്നു. ഇനി ഇത് ഷുഗർ സിറപ്പാണ്. കുനാഫയുടെ പ്രധാന ഭാഗമാണ് ഈ ഷുഗർ സിറപ്പ് മോൾ ഭാഗത്തേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത്. അങ്ങനെ ഇത് എല്ലാ ഭാഗത്തും എത്തി കിട്ടുമ്പോൾ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിൽ കുറച്ച് ഏലക്കൊക്കെ ഇട്ടിട്ട് ഞാൻ ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയതാണ്. പിന്നെ ഇല്ലേ ഈ കുനാഫയിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് പിസ്ത പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അത് എനിക്ക് മറന്നുപോയി. അതെല്ലാവരും കൂടി ഇങ്ങനെ ചോദിക്കുമ്പോൾ അത് ഇടാൻ തന്നെ എനിക്ക് മറന്നു പോയതാണ്. അതിനെ ഇതിനിപ്പോൾ കട്ടാക്കിയിട്ടൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് എടുത്തിട്ടൊന്ന് കട്ടാക്കാം. പിന്നെ എത്ര ഇഷ്ടമായാലും ഇത് എന്തായാലും കുനാഫ എന്ന് പറയുന്ന ഈ സംഭവം മധുരം കുറച്ച് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇത് ഒരു പീസ് എല്ലാവർക്കും കഴിക്കാൻ പറ്റും. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും കഴിക്കാൻ പറ്റും. പക്ഷേ ഒരേ അടിക്ക് നമുക്ക് എന്തെങ്കിലും ഒരു പീസ് മാത്രമേ കഴിക്കാൻ പറ്റൂ കേട്ടോ. അങ്ങനെയാണ് പറഞ്ഞത്. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും ഒരു പീസ് എടുത്ത് അങ്ങനെ കഴിക്കാം. അങ്ങനെ ഞാനിപ്പോൾ എന്തെങ്കിലും ടേസ്റ്റ് ആക്കാൻ പോവാം. നല്ല രസമായിരുന്നു കേട്ടോ കഴിക്കാൻ. ആ ഒരു ക്രീമിയും ആ ഒരു എന്താ പറയുക, എനിക്ക് പറയാനേ പറ്റുന്നില്ല. ഇത് നോക്കുമ്പോൾ കാണുമ്പോൾ വീണ്ടും ഒന്നുകൂടി കഴിക്കണം ഉണ്ടാക്കണം എന്നൊക്കെ തോന്നാറുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ആക്കുക, ഷെയർ ആക്കുക, സബ്സ്ക്രൈബ് ആക്കുക. എൻ്റെ 2 റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ചാനലൊന്ന് സബ്സ്ക്രൈബ് ആക്കി സപ്പോർട്ടാക്കാൻ മറക്കല്ലേ. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഇങ്ങനത്തെ അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.